LDF സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി ഈ ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കെയാണ് മുന്നണിയെ പ്രതിസന്ധിയിലാക്കി ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ ആരോപണം. ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ടും പോലീസ് സഹായിച്ചില്ലെന്നും മുഖ്യമന്ത്രിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുവെന്നുമുള്ള ബിന്ദുമേനോന്റെ വെളിപ്പെടുത്തൽ LDFന് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗണേഷ് വിഷയത്തിൽ കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറിയ CPM ജനറൽ സെക്രട്ടറി തീരുമാനമെടുക്കേണ്ടെന്ന ഉത്തരവാദിത്വം പാർട്ടി സംസ്ഥാന ഘടകത്തിന് നൽകി. കേരളത്തിലുള്ള നേതാക്കന്മാർക്കായിരിക്കും അതിനകത്ത് നല്ല നിലയിൽ നിങ്ങൾക്ക് തൃപ്തികരമായ വിധത്തിൽ മറുപടി പറയാൻ കഴിയുക. ആരായാലും സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെന്ന് മന്ത്രി R. ബിന്ദു പ്രതികരിച്ചു. മന്ത്രിയുടെ ഭാര്യയുടെ പരാതിയിൽ പോലീസ് ഇടപെടേണ്ട വിഷയമായിരുന്നുവെങ്കിൽ കൃത്യമായി ഇടപെടണമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളെയല്ല മന്ത്രിയുടെ ഭാര്യ വിളിക്കേണ്ടിയിരുന്നത്. മുഖ്യമന്ത്രിയെ തന്നെ വിളിച്ച് അവർക്ക് കാര്യം പറയാമായിരുന്നുവെന്നും R. ബിന്ദു. മുഖ്യമന്ത്രിയുടെ മകളെ അല്ലാതൊക്കെ വിളിച്ചു പറയാം, അവർക്ക് മുഖ്യമന്ത്രിയെ തന്നെ വിളിച്ചു പറയാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്ത് തന്നെയായാലും സ്ത്രീകൾക്ക് മാന്യതയും ബഹുമാന്യതയും നൽകുന്ന ഒരു സമൂഹം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. ഗണേഷിനെതിരെ നിലപാടെടുക്കാൻ സഖ്യകക്ഷികളും സമ്മർദ്ദം ചെലുത്തുമെന്ന് വ്യക്തമാക്കുന്നത് ഗണേഷിന്റെ രാജിയല്ലാതെ മറ്റു മാർഗങ്ങളിലും തരത്തിലാണ് വിവാദം പുകയുന്നത്. മുഖ്യമന്ത്രിയുമായി LDF നേതാക്കൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഗൗരവമാണെങ്കിൽ നിസ്സാരമായി കാണില്ലെന്ന് LDF നേതാക്കൾ സൂചിപ്പിക്കുന്നു. നാളെ രാവിലെ നേരിട്ട് മന്ത്രിസഭാ യോഗം ചേരാനിരിക്കെ ഗണേഷ് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്താൽ വിവാദം കത്തും. അതിന് മുഖ്യമന്ത്രി അനുവദിക്കുമോ അതോ അതിനു മുമ്പ് രാജി ആവശ്യപ്പെടുമോ എന്നത് നിർണായകമാണ്.